അതിതീവ്ര മഴയിൽ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിൽ കനത്ത ദുരിതവും നാശനഷ്ടവും. ബന്ദിയോട് കൊക്കച്ചാലിൽ തോട്ടിൽ വീണ് കുട്ടി മരിച്ചു. കുമ്പളയിൽ വീടും കെട്ടിടത്തിന്റെ മേൽക്കൂരയും തകർന്നു. ഉപ്പളയിൽ പല വീടുകളും വെള്ളത്തിലുമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാലവർഷം കനത്തതോടെ കാസർഗോഡ് ജില്ലയുടെ പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം അതിരൂക്ഷമായി. ചന്ദ്രഗിരി, മൊഗ്രാൽ, ഉപ്പള, നീലേശ്വരം, കാര്യങ്കോട് പുഴകൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ സമീപ പ്രദേശങ്ങളെല്ലാം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. വെള്ളം കയറിയതിനാൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ജില്ലയുടെ വടക്കൻ മേഖലകളിലാണ് അതിതീവ്രമഴ വലിയ തോതിലുള്ള നാശവും ദുരിതവും വിതച്ചത്. ബന്ദിയോട് കൊക്കച്ചാലിൽ 8 വയസ്സുകാരൻ തോട്ടിൽ വീണ് മരിച്ചു. കൊക്കച്ചാലിലെ സാദാത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ വീടിന് മുൻവശത്ത് കളിച്ചുകൊണ്ടിരിക്കെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. തുടർന്നാണ് വീടിന് സമീപത്തെ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടിരിക്കാമെന്ന സംശയം ഉയർന്നത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി നടത്തിയ തിരച്ചിലിലാണ് ഉച്ചതിരിഞ്ഞ് 3:30 വീട്ടിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ അകലെ മാറി തോട് രണ്ടായി പിരിയുന്ന സ്ഥലത്ത് കുട്ടിയെ കണ്ടെത്തിയത്. ഉടൻ ബന്ദിയോട്ടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പിന്നീട് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഉപ്പള നയാമ്പസാറിലെ AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ച സുൽത്താൻ. ഉപ്പള പച്ചിലമ്പാറയിൽ വീട് തകർന്നും നാശനഷ്ടമുണ്ടായി. ഉപ്പളയിൽ തട്ടുകട നടത്തുന്ന മൊയ്തീന്റെ ഓടുമേഞ്ഞ വീടാണ് തിങ്കളാഴ്ച അതിരാവിലെ 6 മണിയോടെയുണ്ടായ അതിശക്തമായ മഴയിൽ തകർന്നത്. മൊയ്തീനും ഭാര്യയും മക്കളും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയായിരുന്നു. അസ്വാഭാവികമായ ശബ്ദം കേട്ടയുടൻ തന്നെ ഇവരെല്ലാം പുറത്തേക്കിറങ്ങി ഓടിയതിനാലാണ് ആളപായം ഒഴിവായത്. ചുമരിൽ വലിയ വിള്ളൽ വീണ വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നടിഞ്ഞു. കുമ്പളപട്ടണത്തിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ ഇരുമ്പ് മേൽക്കുര തകർന്ന് റോഡിലേക്ക് പതിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 5:30 സംഭവം. ഈ സമയം റോഡിൽ ആളുകളോ വാഹനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതിനാലാണ് ദുരന്തമൊഴിവായത്. കുമ്പള ബദിയടുക്ക റോഡിലുള്ള 3 നില കെട്ടിടത്തിന്റെ ഇരുമ്പ് ഷീറ്റാണ് കാറ്റ് കശക്കിയെറിഞ്ഞത്. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ ഉപ്പളയിലെ അഗ്നിരക്ഷാസേനയാണ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ താഴെ വീണ മേൽക്കൂര നീക്കം ചെയ്തത്. ബന്ദിയോട്, ബേരിക്ക, അടുക്ക പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കവുമുണ്ടായി. ഇതേ തുടർന്ന് ഇവിടുത്തെ പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോഴും നിർത്താതെ തുടരുന്ന മഴ താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും അധിവസിക്കുന്ന കുടുംബങ്ങളെ മുമ്പെങ്ങുമില്ലാത്ത വിധം ആദിയിലും ഭീതിയിലും ആഴ്ത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.